ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഈ വർഷം വരാനിരിക്കുന്ന വമ്പൻ സിനിമകളെല്ലാം തന്നെ ഗോകുല മൂവീസ് പടിപടിയായിട്ട് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നേരത്തെ മാസങ്ങൾക്ക് മുന്നേ തന്നെ സ്വന്തമാക്കിയ ഗോകുല മൂവീസിന്റെ വിജയ ചിത്രമാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഗോട്ട് സെപ്റ്റംബർ 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇപ്പോഴത്തെ കേരളത്തിൽ സിനിമ എത്ര കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കുന്നത് തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ വരുമ്പോൾ ഒരു വിജയ ചിത്രത്തിന്റെ റെക്കോർഡ് കേരള തിയേറ്റർ റൈറ്റ്സിന് സ്വന്തമാക്കുന്ന സിനിമ കൂടിയായിട്ട് ഗോകുല മൂവീസിന്റെ ദി ഗോട്ട് മാറിയിരിക്കുകയാണ്. 17 കോടി രൂപ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കേരളത്തിലെ വിതരണത്തിനായിട്ട് ഗോകുല മൂവീസ് എടുത്തിരിക്കുന്നത്. ഇതോടെ LCU ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ലൊക്കേഷന്റെ വമ്പൻ വിജയ ചിത്രം കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ലിയോയുടെ കേരള റൈറ്റ്സ് റെക്കോർഡ് പഴങ്കഥയായി മാറിയിരിക്കുകയാണ്. 16 കോടി രൂപയ്ക്കായിരുന്നു കഴിഞ്ഞ വർഷം ലിയോ കേരളത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ 17 കോടി രൂപയ്ക്ക് ദി ഗോട്ട് കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ ഒരു വമ്പൻ റിലീസ് തന്നെയാണ് ഗോകുല മൂവീസ് സിനിമയ്ക്കായിട്ട് സമ്മാനിക്കുന്നത് എന്ന് ഉറപ്പാണ്. എന്തായാലും സിനിമയുടെ റിലീസിനായിട്ടും കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ റിസ്ക് തന്നെയാണ്. എന്നാൽ അതേസമയം കഴിഞ്ഞ വർഷം ലിയോയുടെ കാര്യത്തിലും അതേ റിസ്ക് തന്നെയായിരുന്നു ഗോകുല മൂവീസ് എടുത്തത്. 16 കോടി രൂപയ്ക്ക് കേരളത്തിൽ ലിയോ കൊണ്ടുവന്നപ്പോൾ 24 കോടിയാണ് സിനിമ ഷെയറായിട്ട് നേടിയെടുത്തത്. 60 കോടിയായിരുന്നു ലിയോയുടെ ഫൈനൽ കേരള കളക്ഷൻ. ദി ഗോട്ട് കേരളത്തിൽ വിജയിക്കണമെങ്കിൽ ബ്രേക്ക് ഈവൻ ആകണമെങ്കിൽ 40-45 കോടി റേഞ്ചിലെ ഫൈനൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കണം. അതിലേക്ക് സിനിമ പോസിറ്റീവ് നേടിയെടുത്താൽ നിസ്സാരമായിട്ട് എത്തപ്പെടുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം ഗോട്ടിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. വിജയുടെ റെക്കോർഡ് സിനിമ ദി ഗോട്ട് എന്ന് പറയുന്നത് പോലെ സൂര്യയുടെ റെക്കോർഡ് സിനിമയായിട്ട് കങ്കുവ മാറിയിരിക്കുകയാണ്. കങ്കുവയുടെ കേരള വിതരണം സ്വന്തമാക്കിയിരിക്കുന്നത് ഗോകുല മൂവീസ് ആണ് എന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ എത്ര കോടി രൂപയ്ക്കാണ് കങ്കുവ സ്വന്തമാക്കിയത് എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഗോകുല മൂവീസ് ഒരു കോംബോ ഡീലിനാണ് കങ്കുവ സ്വന്തമാക്കിയിരിക്കുന്നത്. കങ്കുവ, തങ്കലാൻ, ഒപ്പം തന്നെ വാവാദിയാർ എന്ന കാർത്തി ചിത്രം, ഈ 3 സിനിമകൾ ഒരുമിച്ചാണ് ഗോകുല മൂവീസ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിൽ കങ്കുവയ്ക്കായിട്ട് മാത്രം നീക്കി വെച്ചിരിക്കുന്നത് 10 കോടി രൂപയാണ്. അതായത് 10 കോടി രൂപയ്ക്കാണ് കങ്കുവ എന്ന സിനിമ കേരളത്തിൽ വിതരണത്തിനായിട്ട് എടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഒരു സൂര്യ ചിത്രത്തിന് ലഭ്യമാകാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച എക്സ്ട്രീം തുകയ്ക്കാണ് സിനിമയുടെ കേരള റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഈ 10 കോടി ബ്രേക്ക് ഈവനായിട്ട് ഷെയർ കളക്ഷനായിട്ട് സിനിമയുടെ വിതരണക്കാരന് ലഭ്യമാകണമെങ്കിൽ 25 കോടിയിലധികം കങ്കുവ കേരളത്തിൽ ഫൈനൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കണം. ദി ഗോട്ട് പോലെ തന്നെ റിസ്ക് ഫാക്ടർ എല്ലാം തന്നെ കങ്കുവ എന്ന സിനിമയുടെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ പോലും സൂര്യയുടെ ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ പോസിറ്റീവ് നേടിയെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ കത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്താണ് സിനിമകളെ കുറിച്ചുള്ളത്? കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം.